കൊച്ചി മേയർ പദവി കപ്പിനും ചുണ്ടിനുമിടയിൽ ദീപ്തി മേരി വർഗീസിന് നഷ്ടമായിരിക്കുകയാണ്. ഇതിന് പിന്നാലെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിൽ അതൃപ്തിയുമായി KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് എത്തിയിരിക്കുന്നു. മേയർ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് അവർ KPCC പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ട്. മേയറെ തെരഞ്ഞെടുത്ത വിവരം ആരും തന്നെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെന്ന് ദീപ്തി മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. മേയറെ കണ്ടെത്താൻ കോർ കമ്മിറ്റി കൂടിയിട്ടില്ല. കോർ കമ്മിറ്റി കൂടി തീരുമാനിക്കാമെന്നാണ് നേതാക്കൾ അറിയിച്ചിരുന്നത്. മേയറെ കണ്ടെത്താൻ നിരീക്ഷകരും ഉണ്ടായിരുന്നില്ല. മേയർ സ്ഥാനത്തേക്ക് ഒന്നിലധികം പേരുകൾ ഉണ്ടെങ്കിൽ KPCCക്ക് വിടണം എന്ന നിർദ്ദേശവും പാലിച്ചില്ല എന്നും മേയറെ കണ്ടെത്താൻ വോട്ടിംഗ് ഉണ്ടായില്ല എന്നും ദീപ്തി പറഞ്ഞു. KPCC നേതാക്കൾ മത്സരിച്ചാൽ അവർക്ക് മേയർ സ്ഥാനത്തേക്ക് പ്രാധാന്യം നൽകണമെന്ന് KPCC സർക്കുലറിൽ പറഞ്ഞിരുന്നു. അതും ദീപ്തിയുടെ കാര്യത്തിൽ പാലിക്കപ്പെട്ടില്ല. ഇതിനെല്ലാം മറുപടി പറയേണ്ടത് തീരുമാനമെടുത്ത ആളുകളാണെന്ന് പറഞ്ഞ ദീപ്തി മേയർ സ്ഥാനം ലഭിക്കാത്തതിൽ പരിഭവമില്ല എന്നും പറയുന്നുണ്ട്. 16-ാം വയസ്സിൽ കോൺഗ്രസിൽ അംഗത്വം എടുത്ത നേതാവാണ് ദീപ്തി വർഗീസ്. നിലവിൽ KPCC ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ. അതുകൊണ്ട് തന്നെ മേയർ സ്ഥാനത്തേക്ക് എന്തുകൊണ്ടും ദീപ്തിക്ക് അർഹതയുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ തിരിച്ചടിയായത് സാമുദായിക സമവാക്യങ്ങളാണ്. സംഘടനാ തലത്തിൽ മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി, AICC അംഗം എന്നീ പദവികൾ വഹിക്കുകയും ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറി പദവിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദീപ്തിക്ക് താഴെയാണ് നിയുക്ത മേയറായ മിനി മോൾ അടക്കമുള്ള മറ്റ് വനിതാ നേതാക്കന്മാർ. സംഘടനാ പ്രവർത്തനത്തിൽ കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ നൽകിയ ഉത്തരവാദിത്തങ്ങൾ, പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ താൽപര്യപ്രകാരം യുവജനങ്ങളെയും സ്ത്രീകളെയും പൊതുധാരയിൽ വരുത്താനുള്ള ശ്രമങ്ങളിൽ വലിയ പങ്ക് വഹിക്കാൻ ദീപ്തിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും കൊച്ചി കോർപ്പറേഷൻ മേയർ പദവിയിൽ ദീപ്തിക്ക് അയോഗ്യത കൽപ്പിച്ചത് എന്തിനെന്ന് വ്യക്തമല്ല. എന്തായാലും മേയറിനും അപ്പുറമുള്ള പദവിയാണ് ഇനി ദീപ്തിക്കായി കോൺഗ്രസ് കാത്തുവച്ചിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും. തൃക്കാക്കര മണ്ഡലത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദീപ്തി ജനവിധി തേടാനുള്ള സാധ്യതകളാണ് കാണുന്നത്. നിലവിൽ തൃക്കാക്കര MLA ഉമാ തോമസ് ആണ്. ശാരീരികമായി ഏറെ അവശതകൾ ഉണ്ടെന്നിരിക്കെ അടുത്ത ടൈമിൽ ഉമാ തോമസ് മത്സരിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. ഈ സാഹചര്യത്തിലാണ് ഉമയ്ക്ക് പകരം ദീപ്തിക്ക് തൃക്കാക്കരയിൽ മത്സരിക്കാനുള്ള അവസരം കോൺഗ്രസ് ഒരുക്കുന്നത്. ജയിക്കുകയാണെങ്കിൽ UDF മന്ത്രിസഭയിൽ മന്ത്രി കസേര പോലും ദീപ്തിക്ക് മുന്നിൽ ഒരുങ്ങിയേക്കാം. തൃക്കാക്കര UDFന്റെ ഉരുക്കുകോട്ടയാണ്. കൈപ്പത്തി ചിഹ്നത്തിൽ ആര് മത്സരിച്ചാലും പാട്ടും പാടി ജയിക്കാൻ സാധിക്കുന്ന മണ്ഡലമാണ് തൃക്കാക്കര. അവിടെ ദീപ്തിയെ പോലൊരു നേതാവ് വന്നാൽ ഉറപ്പായും ജനം സ്വീകരിക്കും. PT തോമസ് അന്തരിച്ചതിനെ തുടർന്ന് പിന്നാലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉയർന്നു കേട്ട പേരാണ് ദീപ്തിയുടേത്. ഉമാ തോമസ് മത്സരിക്കാനില്ല എന്ന നിലപാടിലാണ് നിന്നത്. പിന്നീട് തലമുതിർന്ന നേതാക്കന്മാർ ഇടപെട്ടതോടെയാണ് അന്ന് ഉമാ തോമസ് തൃക്കാക്കരയിൽ ജനവിധി തേടാൻ തയ്യാറായത്. അവിടെയും മാറ്റി നിർത്തപ്പെട്ട ദീപ്തി പിന്നീട് കൊച്ചിൻ കോർപ്പറേഷനിൽ ജനവിധി തേടുകയായിരുന്നു. LDFനേറെ സ്വാധീനമുള്ള ഡിവിഷനിൽ നിന്ന് വലിയ വിജയം നേടിയ ദീപ്തി മേയറാകുമെന്നാണ് ഏവരും പ്രതീക്ഷിച്ചത്. എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഒരു മന്ത്രിയാകുവാൻ ദീപ്തിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കോൺഗ്രസിന്റെ സൈബറിടങ്ങൾ.